അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ് തൊപ്പിയും ഗ്യാങ് അല്ലേ. തൊപ്പിയും തൊപ്പിയുടെ ഫ്രണ്ട്സും അടിച്ചു പിരിഞ്ഞെന്നുള്ളൊരു ന്യൂസാണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ആയാലും അവരുടെ തന്നെ ലൈവ്സ് ആയാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നലെ തൊപ്പിയുടെ ലൈവും അതിന് തൊട്ട് മുൻപത്തെ ദിവസം തൊപ്പിയുടെ ഫ്രണ്ട്സിൻ്റെ വീഡിയോസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ എനിക്കതിൽ തോന്നിയ കാര്യങ്ങൾ ഒന്ന് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടോപ്പിക്ക് ഇഷ്ടമുണ്ട് കാണാൻ, താല്പര്യമുള്ളവർ മാത്രം കാണാം, അല്ലാന്നുള്ളവർക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ കണ്ടവരൊക്കെ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇതിൽ ഫസ്റ്റ് മമ്മു ആൻഡ് ഷമീറിൻ്റെ ഒരു ലൈവ് സെക്ഷൻ ആയിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലിവർ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് തൊപ്പി അവർക്ക് ഇത്രയും കാലമായിട്ട് അവർ ചെയ്ത ഒരു പണിക്കുള്ള ഒരു രൂപ പോലും അവർക്ക് സാലറി ആയിട്ട് കൊടുത്തിട്ടില്ല. തൊപ്പിയുടെ ഗേൾ ഫ്രണ്ട് മമ്മൂനോട് ഒരു ദിവസം പറഞ്ഞു പോലും തൊപ്പിയുടെ ജഡ്ഡി, മമ്മ പറയുന്നത് മൊത്തം ജഡ്ഡി കഥയാണ് കേട്ടോ, അത് വേറെ കാര്യം, ജഡ്ഡി വരെ കഴുകിച്ച്. അപ്പം ഞങ്ങളുടെ വാല്യൂ എന്താണ് അവിടെ, ഞങ്ങൾക്കൊരു പട്ടിയുടെ വില പോലും തരുന്നില്ലല്ലോ, അപ്പം ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ വെറുതെ പണിയെടുപ്പിക്കാന്നല്ലാണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു ബെനിഫിറ്റും ഒരു കാര്യങ്ങളും ഒന്നും നമുക്ക് ആരും ചെയ്തു തരുന്നില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഡ്രഗ്സ്, തൊപ്പി ഇവരെ കൊണ്ട് ഡ്രഗ്സ് യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഡ്രഗ്സ് സെയിൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് അലിഗേഷൻസ് ആണ് തൊപ്പിക്കെതിരെ ഇവർ ഈ ഒരു ലൈവിൽ വന്നിട്ട് പറയുന്നത്. അപ്പം അവരേതോ അഡ്വക്കേറ്റിനെ കണ്ടിട്ടുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു അഡ്വക്കേറ്റിനെ അവർ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി തൊപ്പി ലീഗലി മൂവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് കഴിച്ചിലായി വരാനും, അത് എന്തായാലും തൊപ്പി ഇത് ലീഗലി മൂവ് ചെയ്യുകയാണെങ്കിൽ അവർ പെട്ടുപോകുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് അവർക്ക് എങ്ങനെ കഴിച്ചിലായി വരാം എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ അഡ്വക്കേറ്റിനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഇന്നലെ അത് ഇവരുടെ ഒരു ലൈവ് കണ്ടേറെ ഞാൻ ഭയങ്കരമായിട്ട് വിചാരിച്ചിരുന്നു, തൊപ്പി എന്തൊരാളാ, എത്ര മാത്രം ലക്ഷങ്ങളാണ് ഒരു ലൈവ് സ്ട്രീമിലൂടെ തന്നെ അവനക്ക് കിട്ടുന്നത്, എന്നിട്ട് എന്താ അവന് അതിന്നൊരു ഷെയർ അവനക്ക് ഇവർക്ക് കൊടുത്തുകൂടെ, ഇവരും കൂടി ഉണ്ടായിട്ടാണല്ലോ അവന് ഇപ്പോഴും അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നില്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്നലെ നമുക്ക് തൊപ്പിയുടെ ഒരു ലൈവ് വന്നിട്ടുണ്ടത്. പിന്നെ തൊപ്പിനെ എല്ലാവർക്കും അറിയാമല്ലോ, ആളുടെ പേര് നിഹാദോ സംതിങ് അങ്ങനെ എന്തോ എന്നാണ് ആളുടെ പേര് വരുന്നത്. ഒരു ഗെയിം സ്ട്രീമറാണ് ആൾ കേട്ടോ. ഹേറ്റേഴ്സ് എന്ന് വന്നിട്ട് ഭയങ്കര ഹേറ്റുള്ള ഒരാളായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഹേറ്റായിരുന്നു ആളോട്. അതിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് എല്ലാവരുടെയും ലവ് വാങ്ങി ഭയങ്കര ഫേമസ് ആയ ഒരാളാണ് ഈ ഒരു തൊപ്പി എന്ന് പറയുന്നത്. നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറം ഫാൻ ബേസ് ഉള്ള ഒരാളാണ് കേട്ടോ ഈ ഒരു തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ ആള് ഒരു ഗ്യാങ്ങിനെ തന്നെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം പറയാം, ആളുടെ കൂടെ കൂടിയതിന് ശേഷമാണ് ഇവരെല്ലാവരും ഫെയിം ആയതും ഇവരും സ്ട്രീം ചെയ്യാൻ തുടങ്ങിയതും ലൈവ് ചെയ്യാൻ തുടങ്ങിയതും ഒക്കെ ആളുടെ കൂടെ കൂടിയതിൻ്റെ ശേഷം തന്നെയാണ് കേട്ടോ. പിന്നെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തൊപ്പിയുടെ മെയിനായിട്ടുള്ളൊരു ഫാൻ ബേസ് എന്ന് പറയുന്നത് കുട്ടികളാണ്. കുട്ടികളുടെ ഇടയിൽ ഭയങ്കര ഒരു ഫാൻ ബേസ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ തൊപ്പി എന്ന് പറയുന്നത്. അപ്പം ഇന്നലെ തൊപ്പി ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിൽ തൊപ്പി പറഞ്ഞൊരു കാര്യം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ കൊണ്ടെന്നൊക്കെ പറയാം, അതുപോലെ കൊണ്ട് ഒരു പെണ്ണ് തേച്ചിട്ട് പോയാലടാ നമ്മളൊരു വീക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മന്ത് കൊണ്ടോ നമുക്കത് മറക്കാൻ പറ്റും, പക്ഷെ കൂടെ നിന്ന് ചതിച്ച ചങ്കുകളെ, അത് ശരിയാണ്. നമ്മളെ നമ്മളൊരു ലവർ നമ്മളെ ചതിക്കുന്നതിനേക്കാളും നമുക്ക് ഭയങ്കര ഒരു ആഘാതമായിരിക്കില്ലേ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളത് സ്വന്തം ഒരു കൂടപ്പിറപ്പിനെ പോലെ നമ്മൾ കൊണ്ട് നടക്കുന്നവരായിരിക്കും. അപ്പം നമ്മൾ ഒരുപാട് വിശ്വസിച്ച് അവർ പറയുന്നതൊക്കെ വേദവാക്യമായിട്ട് എടുത്ത് അവർ നമ്മൾ ഒരിക്കലും ചതിക്കില്ല എന്ന് വിശ്വസിച്ച് നടന്നിട്ട് അവർ നമ്മളെ ബാക്കിൽ നിന്ന് കുത്തുമ്പോണ്ടാകുന്ന ഒരു പെയിൻ അത് ഭയങ്കര കൂടുതൽ തന്നെ ആയിരിക്കും കേട്ടോ. അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ഒരു ആഘാതം മനസ്സിലാവത്തേ ഉള്ളൂ. അത് നമുക്കൊരിക്കലും ചിലപ്പോൾ നമുക്ക് അവരോട് ഇത് ചോദിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ കൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കും. നമുക്കറിയാം ഇവർ നമ്മളോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്, പക്ഷെ നമുക്കത് ചോദിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു തൊപ്പിയുടെ ആ ഒരു വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. അതുപോലെ തന്നെ തൊപ്പിയുടെ ലൈവിൽ തൊപ്പി നമുക്കൊരു ഗൂഗിൾ പേൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് കാണിക്കുന്നുണ്ട്. അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് അവന് കാണിക്കുന്നുണ്ട് എത്രമാത്രം പൈസ അവന് മമ്മൂന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ. അപ്പം 10,000, 25,000, 3,000, 4,000 ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ അവൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നമുക്കൊരു പ്രൂഫായിട്ട് എടുക്കാൻ പറ്റുമോ, ഇത് അവനക്ക് സാലറി ആയിട്ട് കൊടുത്തതിൻ്റെ ഒരു പ്രൂഫായിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണെങ്കിൽ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മൂൻ്റെ ഇതിലും പറയുന്നുണ്ട് അവൻ എനിക്ക് ഒരുപാട് പൈസ അയച്ചു തന്നിട്ടുണ്ട്, 10,000 ആയിട്ടും 25,000 ആയിട്ടും ഒക്കെ അവൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ക്യാഷ് ആയിരുന്നു. അവൻക്ക് അണ്ടി വാങ്ങുക, ബദം വാങ്ങുക, അല്ലെങ്കിൽ അവൻ്റെ വണ്ടിയിൽ പെട്രോൾ അടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിരുന്നു എന്നുള്ള ആ ഒരു അലിഗേഷൻ അവിടെ മമ്മു പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് ഇവനിപ്പോൾ അയച്ചു കൊടുത്ത പൈസ അവൻ എന്തിനാണ് യൂസ് ചെയ്തതെന്നൊന്നും നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് അതൊരു എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിവിടെ തൊപ്പി പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ 3,500-ൽ പരം എവിഡൻസ് തെളിവുകൾ തൊപ്പിയുടെ കൈവശം ഇവർക്കെതിരെ ആയിട്ടുണ്ട് എന്നാണ്. അതിൽ
ഭയങ്കരമായിട്ട് കോമഡി ആയിട്ട് ഭയങ്കര ഒരു സാധനം, ഒരു ബോംബ് തന്നെ തൊപ്പി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ തൊപ്പി അതിൽ നമുക്കൊരു വീഡിയോ ബ്ലറായിട്ടാണ് മമ്മൂൻ്റെയും ഷമീറിൻ്റെയും ആണ് തോന്നുന്നുണ്ട്, ഒരു വീഡിയോ ഫേസൊക്കെ ബ്ലറായിട്ട് എടുക്കുന്നുണ്ട്. ഒരു കുണ്ടൻ കളിയുടെ ഒരു വീഡിയോ ആണ്. അപ്പം അത് സത്യമാണെങ്കിൽ ശരിക്കും അവരുടെ ഒരു ലൈഫ് തന്നെ പോയ പോലെയാണ്. അപ്പോൾ ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ അവരുടെ ഗ്യാങ്ങിലുള്ള ഒരു 18 വയസ്സ് പോലും തികയാത്തൊരു കുട്ടീനെ ഇവൻ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോക്സോ കേസ് കൊടുക്കാനുള്ള ഒരു മൂവ്മെന്റ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട്. അപ്പം അവൻ്റെ കയ്യിലുള്ള തെളിവ് കാണിച്ചിട്ട് ആരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോൾ റെക്കോർഡ്സ്, നമ്മുടെ MDMA അല്ല, കഞ്ചാവിൻ്റെ ഈ ഒരു മയക്കുമരുന്ന് സീൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പും ഇവനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇവന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വിശ്വസിച്ച് കൂടെ കൂട്ടിയതാണ് ഇവരെ എല്ലാവരെയും അല്ലേ, എന്നിട്ട് ഇവരെ ബാക്കിൽ നിന്ന് ചതിച്ചെന്നാണ്. അപ്പോൾ തൊപ്പിയുടെ ഒരു ലൈവ് കണ്ടതിൻ്റെ ശേഷം എനിക്ക് തോന്നുന്നത് ഒരു 85 to 90% സത്യം തൊപ്പിയുടെ ഭാഗത്ത് തന്നെ ആവാനാണ് ചാൻസ്. ഇവിടെ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, 2 വീഡിയോ കണ്ടതിൻ്റെ ശേഷം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഈ തൊപ്പിയുടെ ഒരു ഗ്യാങ് കുറച്ചൊരു ഫെയിം ആയപ്പം അവർക്ക് ഒരു ഈഗോ ക്ലാഷ് ആയതാണ്. തൊപ്പിനെക്കാട്ടി ഉയരത്തിലെത്തണം, തൊപ്പിനെക്കാട്ടി ഏൺ ചെയ്യണം, തൊപ്പിനെക്കാട്ടി ഫേമസ് ആവണം എന്നുള്ള ഒരു ഈഗോ, അതുപോലെ ഒരു അത്യാഗ്രഹം. പൈസ കിട്ടും തോറും 1 കിട്ടിയാൽ 10, 10 കിട്ടിയാൽ 100, 100 കിട്ടിയാൽ 1000, 1000 എങ്കിൽ ദശം എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു പ്രകൃതം അല്ലേ. മനുഷ്യന്മാർക്ക് എത്ര കിട്ടിയാലും മതിയാവാത്ത 2 കാര്യങ്ങളാണ്, 1 പണവും 2 ആയുസ്സും അല്ലേ. നമുക്ക് എത്ര കിട്ടിയാലും മതിവരാത്ത ഒന്നാണ് പണം. എത്ര കിട്ടിയാലും നമുക്ക് കിട്ടും തോറും ഇനിയും വേണമെന്ന് തോന്നും. അതുപോലെ എത്ര ജീവിച്ചാലും നമുക്ക് ഇനിയും ജീവിക്കാനുള്ള ഒരു കൊതിയും ഉണ്ടാവും. ഈ 2 കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു മമ്മു ഗ്യാങ്ങിന് മെയിനായിട്ട് വരുന്നത് ഈ ഒരു അത്യാഗ്രഹമാണ്. ഈ ഒരു അത്യാഗ്രഹത്തിൻ്റെ അവന് പറയുന്നത് അവനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ തട്ടാനുള്ള ഒരു വഴിയായിരുന്നു. അതായത് അവർക്കിപ്പോൾ കിട്ടിയ പൈസ ഒന്നും പോരാ, ഇനിയും പൈസ വേണം എന്നുള്ള ഒരു അത്യാഗ്രഹം വന്നതാണ് ഈ ഒരു മെയിൻ പ്രശ്നം എന്നാണ് തൊപ്പി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലല്ലേ ഭയങ്കര പെയിൻ ആയിരിക്കും കേട്ടോ തൊപ്പിക്ക്. ഒരു കാര്യം, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ വന്നൊരു പെയിൻ എന്ന് പറയുന്നത് അത് ഭയങ്കരം തന്നെയാണ്. നമുക്കൊരിക്കലും പുറത്തുനിന്നുള്ള ഒരാൾക്കാട് അത് മനസ്സിലാവില്ല. അത് അനുഭവിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്നതാണ് എത്രമാത്രം പെയിൻ ആളുടെ ഒരു വ്യക്തിയുടെ ഇൻസൈഡ് ഉണ്ട് എന്നുള്ളത്. അതുപോലെ ആളുടെ ഒരു പ്രൈവറ്റ് ഗേൾഫ്രണ്ട്, ആൾ പബ്ലിക് ആക്കാത്ത ഒരു കാര്യമാണ്, ഒരു പ്രൈവറ്റ് കാര്യം കൈ തട്ടിപ്പോയതാന്ന് പറഞ്ഞിട്ട് ആളുടെ ഗേൾഫ്രണ്ടിൻ്റെയും ഒരു ഫോട്ടോ മമ്മു പബ്ലിക് ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര റോങ് ആയിപ്പോയടാ, ഭയങ്കര റോങ് ആയിപ്പോയി. ഞാൻ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് സഹിക്കാൻ പറ്റും, നമുക്ക് അന്ന് നാളെയോ മറ്റന്നാളെയോ മറക്കാൻ പറ്റും, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാലും മറക്കാൻ പറ്റും. കൂടെ ചങ്ക് പോലെ നിന്നോ ചതിച്ചാണ്ടല്ലോ മോനെ, ഒരിക്കലും അത് പുറത്തു കൊടുക്കാൻ കഴിയില്ല മോനെ, ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റില്ല. പെണ്ണ് ചതിച്ചിട്ട് പോയാൽ നമുക്ക് സഹിക്കാൻ പറ്റും, നമുക്ക് അന്ന് നാളെയോ മറ്റന്നാളെയോ മറക്കാൻ പറ്റും, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാലെങ്കിലും മറക്കാൻ പറ്റും. കൂടെ സത്യല്ലേ, ഈ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് അതിൽ ഇങ്ങനെ ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ, അപ്പം കൂടെ നിന്ന് ചതിക്കുക എന്ന് പറഞ്ഞാൽ ഇടാ കർമ്മ എന്ന് പറഞ്ഞ ഒന്നുണ്ട്, കർമ്മ ഹിറ്റ് തന്നെ ചെയ്യും നമ്മളിപ്പം. പക്ഷെ ഇപ്പം ഇന്നോട് ഒരാളൊരു കാര്യം ചെയ്താൽ ചിലപ്പോൾ ഞാനായിരിക്കില്ല ആൾക്ക് തിരിച്ചു കൊടുക്കുക, പക്ഷെ വേറെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരാൾ ത്രൂ കർമ്മ അത് കിട്ടുക തന്നെ ചെയ്യും. അപ്പം ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തൊപ്പിയും തൊപ്പിയുടെ ഗ്യാങ്ങും. അപ്പം ഇന്നലത്തെ ഒരു തൊപ്പിയുടെ ലൈവ് കണ്ട സമയത്ത് വില്ലനായിരുന്ന തൊപ്പി ഹീറോ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇനി വരും ദിവസങ്ങളിൽ ഈ ഒരു സ്റ്റോറി എങ്ങോട്ടേക്കാണ് പോകാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ ഒരു സ്റ്റോറി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ്